നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇൻ ദ കേസ് ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ. അതായത് 2 ഡയമെൻഷണൽ മോഷനിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാണ്. മുമ്പ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ് അത്. ഇൻ ദ കേസ് ഓഫ് 2 ഡയമെൻഷണൽ മോഷൻ ഓർ മോഷൻ ഇൻ എ പ്ലെയിൻ ആ ഇക്വേഷൻസിൻ്റെ ഫോം എന്തായിരിക്കും എന്ന് നോക്കാം. വിൽ കൺസിഡർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ 2 ഡയമെൻഷണൽ അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ മോഷൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത ചില കാര്യങ്ങൾ, പൊസിഷൻ വെക്റ്റർ എന്താണെന്നറിയാം. ദ വെക്റ്റർ ജോയിനിങ് ഒറിജിൻ ആൻഡ് പൊസിഷൻ. ലെറ്റ് P be the position of a particle, x, y ആണ് coordinates. Then vector R or vector OP gives you the position vector. It can be written as vector R equal to xi plus yj. Okay. Now, let the point or the particle P moves to another position, P dash, coordinates x dash, y dash. Okay. Initial position P, final position P dash. Initial coordinates xy, final coordinates x dash, y dash. Initial position vector, vector R. What is the final position vector? Vector OP dash or vector R dash. Appo particle has moved from P to P dash. Whatever be the path, what is the displacement vector? It is vector P, P dash. Okay, displacement vector P dash ആണ്, denoted by delta R. Displacement vector is delta R. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, we are going to derive the equations of uniformly accelerated motion in 2 dimensions. Motion in a plane. ആ കേസിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിച്ചിട്ട് വെലോസിറ്റി, ദെൻ ആക്സിലറേഷൻ, അങ്ങനെ ആ ഒരു മൂവിംഗ് ബോഡിയുടെ കേസിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാനാവും. ഓക്കെ, സോ ആർ ഈക്വൽ ടു xi plus yj is the initial position vector of the particle. What is the final position vector? R dash equal to x dash I plus y dash j. ഈ രീതിയിൽ പൊസിഷൻ വെക്ടർ എഴുതുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്, റെക്ടാങ്കുലർ കമ്പോണൻസ് ഒക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ കിട്ടി, ഫൈനൽ പൊസിഷൻ വെക്ടർ കിട്ടി. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്? നമുക്കിവിടെ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഫിഗറിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് വെക്ടർ ആർ പ്ലസ് ഡെൽറ്റ ആർ ഈക്വൽ ടു ആർ ഡാഷ്. ഓക്കെ, OP പ്ലസ് പി ഡാഷ് ഈക്വൽ ടു OP ഡാഷ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയത്, ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചു. സോ വെക്ടർ ആർ പ്ലസ് ഡെൽറ്റ ആർ ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓർ ഡെൽറ്റ ആർ ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് മൈനസ് വെക്ടർ ആർ. വാട്ട് ഇസ് ഡെൽറ്റ ആർ? ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഇറ്റ് ഷുഡ് ബി ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. Okay, so displacement of the particle is given by, അതായത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സോ വെക്ടർ ആർ ഡാഷ് മൈനസ് വെക്ടർ ആർ. വാട്ട് ഇസ് വെക്ടർ ആർ ഡാഷ്? നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞതാണ്. വെക്ടർ ആർ ഡാഷ് ഇസ് എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ. വാട്ട് ഇസ് വെക്ടർ ആർ? xi plus yj. Substitute here. So delta r equal to or displacement equal to x dash I plus y dash j minus xi plus yj. Okay. ഇനി ഇത് നമുക്ക് ഒരു മീൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഐ ഉള്ള ടേംസ് ഒരുമിച്ച്, ജെ ഉള്ള ടേംസ് ഒരുമിച്ച്. സോ ഡെൽറ്റ ആർ ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു ഐ പ്ലസ് വൈ ഡാഷ് മൈനസ് വൈ ഇൻറ്റു j. Okay, x dash minus x into I plus y dash minus y into j. That is delta r. Delta r എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. So this can be written as displacement എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ അല്ല. സോ ചേഞ്ച് ഇൻ പൊസിഷൻ is x dash minus x എന്ന് പറഞ്ഞാൽ എന്താ?
ചേഞ്ച് ഇൻ ദി എക്സ് കോർഡിനേറ്റ്. ദെൻ y dash minus y എന്താണ്? ചേഞ്ച് ഇൻ ദി y കോർഡിനേറ്റ്. സോ ഡെൽറ്റ ആർ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ. ഡെൽറ്റ എക്സ് എന്താണ്? എക്സ് ഡാഷ് മൈനസ് എക്സ്, അതായത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, അതാണ് ഡെൽറ്റ എക്സ്. Change in y coordinate is written as delta y. So displacement vector or change in position delta r equal to delta xi plus delta yj. This gives you the displacement. Okay, displacement in 2 dimensions. 2 dimensions displacement ആണത്. 3 dimension ആണെങ്കിലോ വലിയ മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഒരു തേർഡ് കമ്പോണന്റും കൂടി ഉണ്ടാവും, ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ ബൈ ജെ പ്ലസ് ഡെൽറ്റ സെഡ് കെ. ഓക്കെ, ഒരു മൂന്നാമതൊരു കമ്പോണന്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പൊസിഷൻ വെക്ടർ ആദ്യം കണ്ടെത്തി, അത് ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടെത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി. വാട്ട് ഇസ് ദ വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ? Now we'll find out average velocity and instantaneous velocity. Velocity നമുക്കറിയാം displacement by time or rate of change of displacement. So delta v നമുക്ക് എങ്ങനെ എഴുതാം? delta r by delta t എന്ന് എഴുതാം. ഓക്കെ, delta r നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. delta x I plus delta y j divided by delta t, or this can be written as delta r by delta t equal to delta x by delta t I plus delta y by delta t j. ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, ആവറേജ് വെലോസിറ്റി. ഇത് എക്സ് കമ്പോണന്റ് ആയിട്ട് എടുക്കാം, ഇത് വൈ കമ്പോണന്റ് ആയിട്ട് എടുക്കാം. Now if you are taking instantaneous velocity, consider limits on both sides. Okay, limits on both sides. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Limit delta t tends to 0, delta r by delta t, okay, equal to limit delta t tends to 0, delta x by delta t I plus limit delta t tends to 0, delta y by delta t j. അതായത് രണ്ട് സൈഡിലും നമ്മൾ ലിമിറ്റ് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. What is limit delta t tends to 0, delta r by delta t? It is dr by dt equal to limit delta t tends to 0, delta x by delta t dx by dt plus limit delta t tends to 0, delta y by delta t dy by dt. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നോട്ട് ചെയ്യാം. അതായത് ഓരോന്നും ഓരോ ടേം എന്താണെന്ന്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അതുപോലെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി വേണമെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്യാം. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് v equal to vxi plus vyj. Okay, v equal to vxi plus vyj, where vx, what is vx? dx by dt. Vx is dx by dt and vy dy by dt. So we get the equation for velocity v equal to vxi plus vyj. Okay, where vx is the x component of velocity and vy is the y component of velocity. അപ്പോൾ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും കിട്ടിക്കഴിഞ്ഞു. ഇനി 3 dimensions ആണെങ്കിലോ അപ്പോൾ നമ്മൾ ഒരു കമ്പോണന്റും കൂടി ഉണ്ടാവും. അപ്പോൾ v ഈക്വൽ ടു vxi പ്ലസ് vyj പ്ലസ് vzk. ഓക്കെ, ഒരു തേർഡ് കമ്പോണന്റും കൂടി ഉണ്ടാവും. Now, what is the magnitude of the velocity vector? നമുക്കറിയാം വെലോസിറ്റി is a vector quantity. It has both magnitude and direction. Magnitude of v equal to root of vx square plus vy square. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. v equal to root of vx square plus vy square. അപ്പോൾ പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ. വാട്ട് ഇസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. സോ വെലോസിറ്റി vxi പ്ലസ് vyj. ദെൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക മീൻസ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ടേക്ക് ലിമിറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ dv by dt equal to dvx by dt I plus dvy by dt j.
ഇതിൽ ഒരു ഇക്വേഷൻ എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ ബാക്കി ഇക്വേഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ലിമിറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത അതേ രീതിയിലാണ് ചെയ്യുന്നത്. സോ dv by dt is a acceleration, dvx by dt ax, okay, dvy by dt ay. Okay, so vector A equal to axi plus ayj. Ax is the x component of acceleration, ay is the y component of acceleration. And what is the magnitude? A equal to root of ax square plus ay square. That gives you the magnitude of acceleration. അപ്പോൾ പൊസിഷൻ വെക്ടർ xi plus yj എന്നുള്ള ഫോമിലാണ്, വെലോസിറ്റി വെക്ടർ vxi plus vyj എന്നുള്ള ഫോമിലാണ്, ആക്സിലറേഷൻ is axi plus ayj. If you have the acceleration in 3 dimensions, then vector A equal to axi plus ayj plus azk. Same ഫോമിലാണ്, എല്ലാ ഇക്വേഷൻസും സെയിം ഫോമിലാണ് വരുന്നത്. And magnitude is given by root of ax square plus ay square. 3 dimension ആണെങ്കിൽ പ്ലസ് az square കൂടി ഉണ്ടാവും. Now we'll consider equations for uniformly accelerated motion. Uniformly accelerated motion equations നമ്മൾ മുമ്പ് പഠിച്ചതാണ്. v equal to u plus at, v square equal to u square plus 2as, then s equal to ut plus half at square. അത് 2 dimensionsൽ, അതായത് മോഷൻ ഇൻ എ പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് ഏത് രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൽ എന്താണ് പറയുക, വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, vxi plus vyj എന്ന് എഴുതാം. ഓക്കെ, uxi plus uyj, axi plus ayj. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കമ്പോണൻസ്, അതായത് എക്സ് കമ്പോണൻസ് ഒരുമിച്ചെടുക്കുക, വൈ കമ്പോണൻസ് ഒരുമിച്ചെടുക്കുക, സെഡ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഒരുമിച്ചെടുക്കുക. ഓക്കെ, ദെൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. സോ in 2 dimensions, the equations of uniformly accelerated motion becomes x component consider cheyanengil vx equal to ux plus axt, vy equal to uy plus ayt. Okay, 3 dimensions consider cheyumbo vz, okay, ഒരു കമ്പോണന്റും കൂടി ഉണ്ടാവും, vz equal to uz plus azt. അപ്പോൾ this gives you the x component of final velocity equal to x component of initial velocity plus x component of acceleration into time. Okay, vy is the y component of final velocity, that is equal to y component of initial velocity plus y component of acceleration into time. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള ഇക്വേഷൻസ് എഴുതാൻ നിങ്ങൾക്ക് തനിയെ കഴിയും. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഈ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ വി എക്സ് സ്ക്വയർ ഈക്വൽ ടു യു എക്സ് സ്ക്വയർ പ്ലസ് 2ax sx. ഓക്കെ, സിമിലർലി വി വൈ സ്ക്വയർ ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2ay sy. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷനോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇവിടെ നമ്മൾ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എസ് എക്സ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ, എസ് വൈ ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. സോ വെൻ വി ആർ കൺസിഡറിങ് ദ മോഷൻ ഓഫ് എ ബോഡി ഇൻ എ പ്ലെയിൻ, ഈ 3 ഇക്വേഷൻസ് നമ്മൾ ഈ രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുക. അതായത് വി എന്നുള്ളത് 2 കമ്പോണൻസ് കൺസിഡർ ചെയ്യണം, എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ്. Then u, initial velocity also has 2 components, x component and y component. Acceleration has 2 components, ax and ay. Similarly, displacement has 2 components, sx and sy. അപ്പോൾ ഈ രീതിയിൽ ഏത് കേസ് തന്നു കഴിഞ്ഞാലും മോഷൻ ഇൻ എ പ്ലെയിൻ ആണെങ്കിൽ ഇക്വേഷൻസ് നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. A motor boat is racing towards north at 25 km per hour and water current in that region is 10 km per hour in the direction of 60 degree east of south. Find the resultant velocity of the boat. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെലോസിറ്റി ഓഫ് ബോട്ട് തന്നിട്ടുണ്ട്, റേസിംഗ് ടുവേർഡ്സ് നോർത്ത്. ദെൻ വാട്ടർ കറൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റി, വാട്ടറിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്.
അതിൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. റിസൾട്ടൻറ്റ് വെലോസിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. നോക്കുക, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫിഗർ വരയ്ക്കാൻ നോക്കുക. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫിഗറാണിത്. ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ബോട്ടിൻ്റെ വെലോസിറ്റി VB. Then this is the velocity of water current VW എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, വെലോസിറ്റി ഓഫ് വാട്ടർ VW. ഡയറക്ഷൻ നോക്കൂ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഡയറക്ഷൻസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബോട്ടിന്റെ വെലോസിറ്റി ടുവേർഡ്സ് നോർത്ത്. ദെൻ വാട്ടർ കറന്റിന്റെ വെലോസിറ്റി എങ്ങനെയാണ് തന്നിട്ടുള്ളത് നോക്കൂ. 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി സൗത്തിൽ നിന്ന് 60 ഡിഗ്രി ടുവേർഡ്സ് ഈസ്റ്റ്. ഇതാണ് സൗത്തിന്റെ ഡയറക്ഷൻ അല്ലെ. സൗത്ത് ഇതാണ് ഈസ്റ്റ്. അപ്പോൾ സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 60 ഡിഗ്രി. സോ VB ആൻഡ് VW, ഇതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി ആണ് നമുക്ക് കിട്ടേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കിട്ടാൻ നമ്മൾ പഠിച്ചതിൽ ഏത് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് ആണ്. സോ യു ക്യാൻ യൂസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, VWന് പാരലായിട്ട് ഒരു സൈഡ് ഇവിടെ വരച്ചു, VBക്ക് പാരലായിട്ട് ഒരു സൈഡ് ഇവിടെ വരച്ചു. അപ്പോൾ ഏതായിരിക്കും റിസൾട്ടന്റ്? റിസൾട്ടന്റ് ഇസ് ഗിവൺ ബൈ ദി ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം. ഓക്കെ, സോ യു ക്യാൻ ഡ്രോ ദി ഡയഗണൽ ഓഫ് ദി parallelogram. So we have drawn diagonal of the parallelogram. This gives you the resultant. Let that resultant vector be R. സാധാരണ നമ്മൾ resultant R ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. Let R be the resultant. Now this angle is 60 degree. Okay, അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം, റൈറ്റ്? അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? നമുക്ക് പാരലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ വാട്ട് ഇസ് ദ ഫോർമുല? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എക്കും ബിക്കും പകരം നമുക്കുള്ളത് VB സ്ക്വയർ പ്ലസ് VW സ്ക്വയർ പ്ലസ് 2VB VW കോസ് തീറ്റ. ഓക്കെ, VB തന്നിട്ടുണ്ട്, VW തന്നിട്ടുണ്ട്, കോസ് തീറ്റ. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്, ദി ഗിവൺ വെക്ടേഴ്സ്. ഓർമ്മിക്കുക, പാരലോഗ്രാം ലോ ഓർക്കുക. റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ. അവിടെ തീറ്റ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് A ആൻഡ് B. അപ്പൊ ഇവിടെ എന്തായിരിക്കും തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ VB ആൻഡ് VW. ഓക്കെ, ഈ ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 60 ഡിഗ്രി. ടോട്ടൽ ആംഗിൾ 180 ആണ്. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് വിൽ ബി 120 അല്ലെ. ആംഗിൾ ബിറ്റ്വീൻ VB and VW will be 120. So theta equal to 120 degree. Okay, now you can substitute root of 25 square plus 10 square plus 2 into 25 into 10 cos 120. Okay, apply that formula, then substitute. You will get root of 475 or 21.7 kilometer per hour. That is the resultant velocity. Magnitude മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. റിസൾട്ടന്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം. ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ യു ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു VB. ഓക്കെ, അല്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു VW. അതായത് VBയിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ VWയിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഈ ഡയറക്ഷൻ ആംഗിൾ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കിട്ടാൻ വി ആർ ഗോയിങ് ടു അപ്ലൈ ലോ ഓഫ് സൈൻസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടാവും. R by sin theta ഈക്വൽ ടു A by sin beta ഈക്വൽ ടു B by sin alpha. ഇതാണ് നമ്മൾ പഠിച്ചത്, ലോ ഓഫ് സൈൻസ്. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഡെറിവേഷനിൽ നോക്കിയാൽ മനസ്സിലാവും. ആൽഫ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ A ആൻഡ് റിസൾട്ടന്റ്. ഓക്കെ, ബീറ്റ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ B ആൻഡ് റിസൾട്ടന്റ് വെക്ടർ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ R by sin theta ഈക്വൽ ടു A by വെക്ടർ A by ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് റിസൾട്ടന്റ് ഈക്വൽ ടു വെക്ടർ B by angle between A and resultant.
പ്രോബ്ലം മനസ്സിലായിട്ടെങ്കിൽ ഒന്നുകൂടി ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായിട്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. ഈ ലോ ഓഫ് സൈൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എ ബൈ പിന്നെ ബിയും ആറും തമ്മിലുള്ള ആംഗിളാണ്. അതുപോലെ ബി ബൈ എടുത്തു കഴിഞ്ഞാൽ എയും ആറും തമ്മിലുള്ള ആംഗിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾ, ലെറ്റ് ആൽഫ ബി ദി ആംഗിൾ. ആൽഫ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ വി ബി ആൻഡ് ആർ. ഓക്കെ, വി ബി എന്നുള്ള വെക്ടറാണ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ വി ബി ആണല്ലോ എക്ക് പകരം എടുത്തത്. അപ്പോൾ എയും ആറും തമ്മിലുള്ള ആംഗിൾ ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഏതാണ് വരിക? ബി ബൈ സൈൻ ആൽഫ എന്ന് വേണം എടുക്കാൻ. ഓക്കെ, ആർ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫയാണ് എടുത്തത്. ബി എന്ന് പറയുന്നത് വി ഡബ്ല്യു എന്ന വെക്ടറാണ്. മനസ്സിലായിണ്ടാവല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ആൽഫ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ആർ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. വി ബി ആണ് വെക്ടർ എക്ക് പകരം എടുത്തത്. അപ്പോൾ എക്കും ആറിനും ഇടയിലുള്ള ആംഗിളാണ് ആൽഫ. ഇവിടെ ന്യൂമറേറ്ററിൽ അപ്പോൾ വരിക ബി ആണ്, വെക്ടർ ബി ആണ്. വെക്ടർ ബി എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ വെക്ടറാണ്, വി ഡബ്ല്യു. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ആർ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു ബിക്ക് പകരം വി ഡബ്ല്യു ബൈ സൈൻ ആൽഫ. നമുക്ക് വേണ്ടത് ആൽഫയാണ്, അതായത് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് വേണ്ടത്, റിസൾട്ടന്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. സോ സൈൻ ആൽഫ ഈക്വൽ ടു വി ഡബ്ല്യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ, or substitute here VW 10 into sin theta 120 divided by R. ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 21.7. That's equal to 0.399. അപ്പോ ആൽഫ ഇപ്പൊ സൈൻ ആൽഫയാണ് നമുക്ക് കിട്ടിയത് 0.399. Then alpha equal to sin inverse 0.399. What is sin inverse 0.399? It is 23.5 degree. 23.5 ഡിഗ്രി ഡയറക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 23.5 ഡിഗ്രിയുടെ ഡയറക്ഷൻ, അതായത് ആൽഫ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്, ഈ ആംഗിൾ ആണ് 23.5 എന്ന് കിട്ടിയത്. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ നോക്കൂ. ഇത് നോർത്ത് ഡയറക്ഷൻ ആണ്, അപ്പോൾ ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇത് ഈസ്റ്റ് ആണ്, ഇത് നോർത്ത് ആണ്. അപ്പൊ രണ്ടിന്റെ ഇടയിലായിട്ടാണല്ലോ ആറിന്റെ ഡയറക്ഷൻ വരുന്നത്. So it can be considered as northeast. Okay, so the resultant velocity is, അല്ലെങ്കിൽ the resultant vector is 23.5 degree towards northeast. Okay, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വ്യക്തമായിട്ട് ഈ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യുന്നു മനസ്സിലാക്കി വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇന്ന് അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.